വർദ്ധിച്ചുവരുന്ന വിലക്കയറ്റത്തിൽ ജനരോഷം ഉയരുന്നതും തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിക്കും പിന്നാലെ താരിഫ് കടുംപിടുത്തത്തിൽ അയഞ്ഞ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കാപ്പി, വാഴപ്പഴം, ബീഫ് എന്നിവയുൾപ്പെടെയുള്ള വിവിധ ഭക്ഷ്യോൽപ്പന്നങ്ങളെ താരിഫുകളിൽ നിന്ന് ഒഴിവാക്കുന്ന എക്സിക്യൂട്ടീവ് ഉത്തരവിൽ ട്രംപ് ഒപ്പുവെക്കുകയും ചെയ്തു. താരിഫ് കടുംപിടുത്തത്തെ തുടർന്നുണ്ടായ ജീവിത ചെലവിനെക്കുറിച്ചുള്ള ആശങ്കകളെ ട്രംപ് മുൻപ് നിസ്സാരവൽക്കരിച്ചിരുന്നെങ്കിലും കഴിഞ്ഞ ആഴ്ചത്തെ ന്യൂയോർക്ക് തിരഞ്ഞെടുപ്പിൽ തന്റെ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ മോശം പ്രകടനം പുനരാലോചനകൾക്ക് ഇടയാക്കിയിരിക്കുകയാണ്. അവോക്കാഡോയും തക്കാളിയും മുതൽ തേങ്ങയും മാമ്പഴവും വരെ ഉൾപ്പെടുന്ന ഉൽപ്പന്നങ്ങൾക്കാണ് ട്രംപ് ഭരണകൂടം ഇപ്പോൾ താരിഫ് ഒഴിവാക്കിയിരിക്കുന്നത്. ഈ സാധനങ്ങൾ മതിയായ അളവിൽ ആഭ്യന്തരമായി ഉൽപ്പാദിപ്പിക്കാൻ കഴിയില്ലെന്ന് ട്രംപ് ഭരണകൂടം സമ്മതിച്ചു. മതിയായ അളവിൽ US-ൽ ഉൽപ്പാദിപ്പിക്കാൻ കഴിയാത്ത ചരക്കുകൾക്കാണ് ഇളവുകൾ നൽകിയിട്ടുള്ളതെന്ന് വൈറ്റ് ഹൌസ് അറിയിച്ചു. വൈറ്റ് ഹൌസ് പുറത്തിറക്കിയ ഒരു പട്ടികയിൽ ഇനി മുതൽ തീരുവകൾ ബാധകമല്ലാത്ത 100-ലധികം ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടുന്നു. അതിൽ ചിലത് ഇവയാണ്: കാപ്പി, കൊക്കോ, ബ്ലാക്ക് ടീ, ഗ്രീൻ ടീ, വാനില ബീൻസ്, ബീഫ് ഉൽപ്പന്നങ്ങൾ, തക്കാളി, അവക്കാഡോ, വാഴപ്പഴം, തേങ്ങ, പേരക്ക, ചെറുനാരങ്ങ, ഓറഞ്ച്, മാമ്പഴം, നേന്ത്രപ്പഴം, പൈനാപ്പിൾ, വിവിധയിനം മുളകുകൾ, സർവ്വസുഗന്ധി, കറുവയില, ഏലം, കറുവപ്പട്ട, ഗ്രാമ്പൂ, മല്ലി, ജീരകം, കറി പൗഡർ, പെരുംജീരകം, ഇഞ്ചി, ജാതിപത്രി, ജാതിക്ക, ഒറിഗാനോ, പപ്രിക്ക, കുങ്കുമപ്പൂവ്, മഞ്ഞൾ എന്നിവ ഉൾപ്പെടെ അണ്ടിപ്പരിപ്പുകൾ, ധാന്യങ്ങൾ, കിഴങ്ങുകൾ, ബാർലി, ബ്രസീൽ നട്ട്, കേപ്പർ, കശുവണ്ടി, ചെസ്നട്ട്, മക്കാഡാമിയ നട്ട്, മിസോ, പനയുടെ കൂമ്പ്, പൈൻ നട്ട്, കസ്കസ്, മരച്ചീനി, ചേമ്പ്. എല്ലാ രാജ്യങ്ങളിൽ നിന്നുമുള്ള ഇറക്കുമതിക്ക് 10% അടിസ്ഥാന തീരുവയും ഇന്ത്യയടക്കമുള്ള പല രാജ്യങ്ങൾക്കും അധിക തീരുവകളും ട്രംപ് ഭരണകൂടം ഏർപ്പെടുത്തിയിരുന്നു. ഇത് US ഉപഭോക്താക്കൾക്ക് വില വർധനവിന് കാരണമാകില്ലെന്നായിരുന്നു ട്രംപിന്റെ അവകാശവാദം. US വ്യാപാര കമ്മി കുറയ്ക്കുന്നതിന് ഈ നികുതികൾ ആവശ്യമാണെന്നും അദ്ദേഹം വാദിച്ചു. ഉയർന്ന തീരുവകൾ US-ലുള്ളവരെ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ പ്രോത്സാഹിപ്പിക്കുമെന്നും അദ്ദേഹം അവകാശപ്പെട്ടിരുന്നു. എന്നാൽ ഭക്ഷ്യോൽപ്പന്നങ്ങളുടെ വില കുതിച്ചുയർന്നത് ജനരോഷത്തിനിടയാക്കി. ട്രംപിന് ഇതൊരു രാഷ്ട്രീയ പ്രശ്നമായി മാറുകയും ചെയ്തു. താരിഫുകൾ ഉയർത്താൻ ട്രംപിന് നിയമപരമായ അധികാരമുണ്ടോയെന്ന് പരിശോധിക്കുമെന്ന് US സുപ്രീം കോടതിയും കഴിഞ്ഞ ആഴ്ച പറഞ്ഞിരുന്നു. എന്നാൽ താരിഫുകൾ ഉയർത്തിയത് അമേരിക്കയെ സമ്പന്നമാക്കിയെന്ന് അവകാശപ്പെട്ട ട്രംപ് അമേരിക്കക്കാർക്ക് $2000 നൽകുമെന്ന് വാഗ്ദാനം ചെയ്യുകയുമുണ്ടായി. എന്നാൽ പുതിയ തീരുമാനം താരിഫ് നയത്തിൽ നിന്ന് ട്രംപ് പിൻവാങ്ങുന്നതിന്റെ സൂചനയാണ് നൽകുന്നത്. അതേസമയം US-ൽ ഉൽപ്പാദിപ്പിക്കാത്ത ഉൽപ്പന്നങ്ങൾക്ക് മാത്രമാണ് ഇളവ് നൽകിയതെന്നാണ് ട്രംപ് ഇതിനോട് പ്രതികരിച്ചത്. ഭാവിയിൽ കൂടുതൽ നയപരമായ പിന്മാറ്റങ്ങൾ ആവശ്യമായി വരുമെന്ന് താൻ കരുതുന്നില്ലെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചു.